ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജോബ് കാർഡിൽ പറയുന്നത് ജനറൽ സർവീസ്, വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ലോ സ്പീഡ് ചെക്കപ്പ്, അതായത് കാർബറേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം. ഇത് ലാസ്റ്റ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തത് 16,100 ഇപ്പോൾ നിലവിൽ 20,597 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഓയിൽ ചേഞ്ച് ഓയിൽ മാറേണ്ട ടൈം കഴിഞ്ഞാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വണ്ടി കംപ്ലയിൻറ്റ് പറഞ്ഞത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോൾ ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ നമുക്കൊരു മേജർ ഇഷ്യൂ ആയിട്ടൊന്നും തോന്നണമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് കാർബറേറ്റർ ട്യൂണിങ് നടത്താം, ട്യൂണിങ് ചെയ്താൽ മതി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കാർബറേറ്റർ നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ കാർബറേറ്റർ അഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ E20 പെട്രോൾ എന്ന് പറയും, എത്തനോളാണ് 20%. അപ്പോൾ എത്തനോളും ഈ അലുമിനിയം ബോഡി അലുമിനിയം ആയിട്ട് വരുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. അതും പ്രകാരം അലുമിനിയം ദ്രവിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് താരതമ്യേന ചെറിയ അളവിൽ നമ്മുടെ കാർബറേറ്ററിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ കൊണ്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബൈ ചാൻസ് നമ്മുടെ ആ ഫംഗസ് പോലെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കരുതുക. അപ്പോൾ ക്ലീൻ ആവണ സമയത്ത് ഈ ഫ്ലോട്ട് വാൽവ് എന്ന ഭാഗത്തൊക്കെ അത് പൊളിഞ്ഞു പോകാനും പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനും സാധ്യത കൂടുതലാണ്. ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഇല്ല. എന്തായാലും കുറേ കഴിയുമ്പോൾ വരും. അത് നമ്മൾ നേരത്തെ വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ട്യൂണിങ്ങിലേക്ക് ആക്കിയിടാം, ട്യൂണിങ് കറക്റ്റ് ആക്കിയിടാം, എന്നിട്ട് ഉപയോഗിച്ച് നോക്കാം. പറ്റില്ല എന്നുണ്ടെങ്കിൽ മാറ്റാൻ കണക്കാക്കിയിട്ട് കാർബറേറ്റർ അഴിക്കാം. ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ മാറ്റിയിടണമെങ്കിൽ മാറ്റിയിടേണ്ടതായിട്ട് വരും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി സർവീസിനായിട്ട് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് നമ്മൾ ചെയ്തേക്കണത് 6-ാം മാസം 2025 6-ാം മാസമാണ് ചെയ്തേക്കണേ. അത് 16,100 കിലോമീറ്ററിലാണ് അതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സർവീസിനായിട്ട് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ ബാക്ക് ടയർ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയറാണ്, ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ഗിയർ ബോക്സിലുള്ള ഓയിലൊക്കെ നല്ല ഓയിലാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗവും നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. വലിയ പൊടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗവും നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട് ഗ്രീസിങ്ങിനായിട്ട്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അത് ഇവിടുത്തെ ഒരു ഓയിൽ സീൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ് കണ്ടോ. ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇവിടെ ഓയിൽ നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ തന്നെ നമുക്ക് ആ ഓയിൽ സീൽ മാറ്റിയിട്ടേക്കാം. പിന്നീട് നമ്മൾ സർവീസിൽ കയറ്റേണ്ട ചിലപ്പോൾ ചുരുങ്ങിയത് 4 മാസമാണ് സർവീസ് പീരീഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കയറിയാണ്. അപ്പോൾ അതൊക്കെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കൊക്കെ കൂടുതൽ ലീക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ ആ ഓയിൽ സീലൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ എന്നൊക്കെ പറഞ്ഞ യൂണിറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റും നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, നല്ല ബെൽറ്റാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജെർക്കിങ് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് എന്ന് വെച്ചാൽ കാർബറേറ്ററിൻ്റെ ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ നോക്കിയിട്ട് കംപ്ലയിൻസ് എന്തെങ്കിലും കാണിക്കുന്ന വരെ നമ്മൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ ബാക്ക് വീല് നമ്മളിപ്പോൾ അഴിച്ച് നിർത്തിയാക്കണം. അതുകൊണ്ടാണ് അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്യും കേട്ടോ. ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 12.9 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.3. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിലുള്ള പ്ലഗ് മാറ്റിയിട്ടാണ്. നിലവിൽ കുഴപ്പമൊന്നുമില്ല, നല്ല പ്ലഗ്ഗാണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയ ഫിൽറ്ററാണ്. എഞ്ചിൻ ഓയിൽ ഇങ്ങനെ മാറ്റുന്നുണ്ട്. കാരണം കുറച്ച് വൈകിട്ടാണ് ഇതവണ മാറ്റിയേക്കുന്നത് കേട്ടോ. കാരണം ഏകദേശം നമുക്കൊരു 1000 കിലോമീറ്ററോളം കൂടുതൽ ഓടിയിട്ടുണ്ട് എന്തെങ്കിലും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. വൈകുന്നേരം ആവും, ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആവട്ടോ തീരുമ്പോഴത്തേക്കും.